എല്ലാവർക്കും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനി മുതൽ റെഗുലറായിട്ട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് FM മോഡുലേഷൻ എന്ന ടോപ്പിക്കാണ്. നമുക്ക് മോഡുലേഷനിൽ പഠിക്കാനുള്ളത് AM മോഡുലേഷനും FM മോഡുലേഷനും ആണ്. പിന്നെ ഫേസ് മോഡുലേഷൻ ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ? നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാലും വെൻ ദ ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് ഈസ് ചേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെസ്സേജ് സിഗ്നൽ ദ പ്രോസസ് ഈസ് കാൾഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. അതായത് നമ്മൾ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. എന്തിനനുസരിച്ച്? മെസ്സേജ് സിഗ്നലിനനുസരിച്ച് നമ്മൾ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലാകുമ്പം ആംപ്ലിറ്റ്യൂഡ്, കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെസ്സേജ് സിഗ്നൽ. ഇവിടെ ഫ്രീക്വൻസിയെ നമ്മൾ ചേഞ്ച് ചെയ്യും. കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. In FM, the carrier amplitude remains constant, the carrier frequency varies. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഫ്രീക്വൻസി മാത്രമേ നമ്മൾ വേരി ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആംഗിൾ മോഡുലേഷൻ. ഇതെന്ന് പറയുന്ന ഒരു ആംഗിൾ മോഡുലേഷൻ ആണ്. മോഡുലേഷൻ മെയിനായിട്ട് 3 തരത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കഴിച്ച് ബാക്കി FM മോഡുലേഷനും PM മോഡുലേഷനും ആംഗിൾ മോഡുലേഷൻ എന്നാണ് ജനറലായിട്ട് പറയുന്നത്. ആംഗിൾ മോഡുലേഷൻ്റെ ഒരു ടൈപ്പാണ് ഈ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും. Angle modulation is the process by which the angle of the carrier signal is changed in accordance with the instantaneous amplitude of modulating or message signal. അതായത് ആംഗിൾ മോഡുലേഷൻ ആകുമ്പം അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് ആംഗിൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കാരിയർ സിഗ്നലിൻ്റെ ഫേസിനെയോ ഫ്രീക്വൻസിയാണ് നമ്മളവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് ഓർ മെസ്സേജ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചായിരിക്കും നമ്മൾ ഫ്രീക്വൻസിയോ ഫേസിനെയോ ചേഞ്ച് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പോണൻഷ്യൽ മോഡുലേഷൻ. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കുക, എക്സ്പോണൻഷ്യൽ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ആംഗിൾ മോഡുലേഷനെയാണ് എക്സ്പോണൻഷ്യൽ മോഡുലേഷൻ എന്നും പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള ഒരുപാട് നോയ്സസ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ വരും. അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് FM മോഡുലേഷനും PM മോഡുലേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. FM മോഡുലേഷൻ വഴി നമുക്ക് നോയ്സസിന് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ ഗ്രാഫ് നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മെസ്സേജ് സിഗ്നൽ, രണ്ടാമത് കാരിയർ സിഗ്നൽ, മൂന്നാമത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ. ആ വ്യത്യാസം നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇനി നമുക്ക് FM മോഡുലേഷൻ ഇൻഡെക്സ് നോക്കാം. FM modulation index is equal to the ratio of the frequency deviation to the modulating frequency. അതായത് ഫ്രീക്വൻസി ഡീവിയേഷൻ്റെയും മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെയും റേഷ്യോ ആണ് നമ്മൾ FM മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. FM മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ ഫ്രീക്വൻസി ഡീവിയേഷൻ, അതായത് ഡെൽറ്റ എഫ്. റേഷ്യോ ഓഫ് ദ ഫ്രീക്വൻസി ഡീവിയേഷന് ഡെൽറ്റ എഫ് എന്നും ടു ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, അതായത് FM. മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ് FM, ഡെൽറ്റ എഫ് ബൈ FM. മോഡുലേഷൻ ഇൻഡെക്സ് ഈക്വൽ ടു ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഇനി നമുക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ദ എമൗണ്ട് ബൈ വിച്ച് ദ സിഗ്നൽ ഫ്രീക്വൻസി വേരീസ് എബവ് ആൻഡ് ബിലോ ദ സെൻറ്റർ ഓഫ് ദ കാരിയർ ഈസ് കോൾഡ് ദ ഡീവിയേഷൻ. അതായത് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടായിരിക്കുമല്ലോ കാരിയറിൻ്റെ, അതിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് ഡീവിയേഷനും വരും. അതായത് FC എന്ന് പറഞ്ഞ സെൻറ്റർ പോയിൻ്റ് ആണെങ്കിൽ എഫ് സി മൈനസ് ഡെൽറ്റ എഫ്, അതായത് അതിൽ നിന്ന് കുറയുന്ന ഒരു ഡെൽറ്റ എഫ് ചേഞ്ച്, നെഗറ്റീവായിട്ട് വരുന്നൊരു ചേഞ്ച്, അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി പോസിറ്റീവായിട്ട് വരുന്ന ഡീവിയേഷൻ, അതായത് FC കൂടി ആ ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ FC പ്ലസ് ഡെൽറ്റ എഫ്. ഇപ്പം FC മൈനസ് ഡെൽറ്റ എഫും FC പ്ലസ് ഡെൽറ്റ എഫുമാണ് നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും. അപ്പം അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നൊരു ടേമാണ്. നമുക്ക് ഈ ടേംസ് ഒക്കെ നല്ല കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ ഇക്വേഷനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് പുതിയ സിലബസ് അനുസരിച്ച് ഉള്ള എക്സാം ആയതുകൊണ്ട് നമ്മൾ ഏത് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പ്രിപ്പയർ ചെയ്ത് വേണം ഇരിക്കാൻ.
അപ്പോൾ നമുക്ക് ടേംസ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് അടുത്ത് വരുന്ന ഒരു ടേമാണ് ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി. അതിനെ KF കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് EMൻ്റെയും ഡെൽറ്റ എഫിൻ്റെയും ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൽറ്റ എഫ് ബൈ EM അഥവാ KF എന്ന് പറയും. KF എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി. ഡീവിയേഷൻ സെൻസിറ്റിവിറ്റി ഈക്വൽ ടു ഡെൽറ്റ എഫ് ബൈ EM. അതായത് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ടു ദ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഡീവിയേഷൻ റേഷ്യോ ഈക്വൽ ടു മാക്സിമം ഡീവിയേഷൻ ബൈ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഡെൽറ്റ എഫ് മാക്സിമം ടു ദ FM മാക്സിമം. ഇനി FM ബ്രോഡ്കാസ്റ്റിംഗ് ഡീവിയേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 kHz ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡീവിയേഷൻ റേഷ്യോ ആണ് 5 kHz. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ FM ബ്രോഡ്കാസ്റ്റിംഗ് ഡീവിയേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 kHz ആണ്. ഇൻ കൊമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിങ്ങിനാണെങ്കിൽ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 15 kHz ആയിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻ കൊമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇത് FM the maximum modulating frequency is limited to 15 kHz. In AM ബ്രോഡ്കാസ്റ്റിങ്ങിനാണെങ്കിൽ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 kHz ഉള്ളൂ കൊമേഴ്ഷ്യലായിട്ട്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണിത്. FM ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ മാക്സിമം ഡീവിയേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 kHz ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി 15 kHz, AM ബ്രോഡ്കാസ്റ്റിങ്ങിനാണെങ്കിൽ 5 kHz ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് FM ബാൻഡ് വിഡ്ത്താണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. BFM is equal to 2NFM. അതായത് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ FM മോഡുലേഷൻ ആവശ്യമായിട്ടുള്ളത് ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി FM സിസ്റ്റത്തിന് നമുക്ക് ഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് മതി. അത് നല്ലോണം പെർഫോം ചെയ്യും. നമുക്ക് ബാൻഡ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ്. നമുക്ക് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ബാൻഡ് വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് ബാൻഡ് വിഡ്ത്തും കൂടിക്കൊണ്ടിരിക്കും. അതായത് BFM ഈക്വൽ ടു 2NFM. നമ്മുടെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ ട്വൈസ് ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ. N എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി FMൻ്റെ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 മെത്തേഡ്സാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ മെത്തേഡ്, അതിനെ ബെസൽ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിലും പറയാം. രണ്ടാമത്തെ മെത്തേഡാണ് കാർസൺസ് റൂൾ എന്ന് പറഞ്ഞാൽ കാർസൺസ് മെത്തേഡ് എന്ന് പറയും. സിമ്പിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ ഈ ജനറൽ ഇക്വേഷൻ തന്നെ BW is equal to 2NFM. അതായത് അത് തന്നെയാണ് അതിൻ്റെ സിമ്പിൾ മെത്തേഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി കാർസൺസ് റൂളിൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. ബാൻഡ് വിഡ്ത്ത് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ FC പ്ലസ് FM. അതാണ് കാർസൺസ് റൂളിലെ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ. അതായത് ആൻ അപ്രോക്സിമേഷൻ ഫോർ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ FM സിഗ്നൽ ഈസ് ഗിവൺ ബൈ BW is equal to 2 ഇൻറ്റു മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ പ്ലസ് ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഡെൽറ്റ FC എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ്റെയും ഹയസ്റ്റ് മോഡുലേറ്റഡ് ഫ്രീക്വൻസിയുടെയും സമ്മിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത് കാർസൺസ് റൂളിൽ. അപ്പം 2 മെത്തേഡ്സ് ഉണ്ട്, സിമ്പിൾ മെത്തേഡും ഉണ്ട്, കാർസൺസ് റൂൾ ഫോർ FM ബാൻഡ് വിഡ്ത്തും ഉണ്ട്. നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ നോക്കാം. ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ 2 തരത്തിലാണ് ഉള്ളത്. നാരോ ബാൻഡ് FMഉം വൈഡ് ബാൻഡ് FMഉം. നാരോ ബാൻഡ് FM ആകുമ്പം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്മാൾ ആയിരിക്കും. അപ്പോഴാണ് നാരോ ബാൻഡ് FM യൂസ് ചെയ്യുന്നത്. വൈഡ് ബാൻഡ് FM ആകുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ആയിരിക്കും. അതാണ് 2 ടൈപ്പ് ഫ്രീക്വൻസി മോഡുലേഷൻ, നാരോ ബാൻഡ് FM ആൻഡ് വൈഡ് ബാൻഡ് FM. ഫസ്റ്റ് ടൈപ്പ് ഓഫ് FM മോഡുലേഷനായ നാരോ ബാൻഡ് FM എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ നാരോ ബാൻഡ് FM modulation index is small. When the modulation index is quite small, then in FM a very small number of sidebands are produced, hence the bandwidth of FM is very low. This type of FM is called narrow band FM. Narrow band FM നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെരി സ്മാൾ ആവുന്ന കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്യാരിയറിന് നമ്മൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് മോഡുലേറ്ററിൽ കൊടുക്കുന്നത്. കൂടാതെ ഈ വെരി സ്മാൾ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മോഡുലേറ്റിംഗ് സിഗ്നലിന് നമ്മൾ ഇൻ്റഗ്രേറ്ററിൽ കൊടുത്ത് ആ ഇൻ്റഗ്രേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ മോഡുലേറ്ററിൽ കൊടുക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത ക്യാരിയറും മോഡുലേറ്റിംഗ് സിഗ്നലിന് നമ്മൾ ഇൻ്റഗ്രേറ്റർ വഴിയുള്ള ഔട്ട്പുട്ട്
ആ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ മോഡുലേറ്ററിൽ കൊടുക്കുന്നത്. നാരോ ബാൻഡ് എഫ് എമ്മിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ <1 ആയിരിക്കും. ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 5 കിലോ ഹെഡ്സ് ആയിരിക്കും. മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 30 ഹെഡ്സ് മുതൽ 3 കിലോ ഹെഡ്സ് വരെ ആയിരിക്കും അതിൻ്റെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ റേഞ്ച്. പിന്നെ ബാൻഡ് വിഡ്ത്ത് സ്മാൾ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ പോലെ ഒരു സ്മാൾ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് 2 FM, ആ ഇക്വേഷൻ തന്നെ. ഇനി നോയ്സ് ലെസ് ആയിരിക്കും, ലെസ് സപ്രസ്ഡ് ആണ്. പിന്നീട് മാക്സിമം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പിന്നെ നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലാണ് നാരോ ബാൻഡ് എഫ് എം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നാരോ ബാൻഡ് എഫ് എം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, സർക്യൂട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈഡ് ബാൻഡ് എഫ് എം ആണ്. വൈഡ് ബാൻഡ് എഫ് എം എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് ലാർജ് ആയിട്ടുള്ള കേസിലാണ് വൈഡ് ബാൻഡ് എഫ് എം യൂസ് ചെയ്യുന്നത്. ഇവിടെ ലാർജ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലാർജും ആയിരിക്കും. ഇനി ഈ വൈഡ് ബാൻഡ് എഫ് എമ്മിൽ നോയ്സ് റിഡക്ഷനൊക്കെ കുറവായിരിക്കും. നോയ്സ് റിഡക്ഷൻ കുറവാണ്. ഇനി ഇതിൻ്റെ സർക്യൂട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിന് നമ്മൾ നാരോ ബാൻഡ് എഫ് എം മോഡുലേറ്ററിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഈ മെത്തേഡിൽ ദ മെത്തേഡ് ഫോർ ജനറേറ്റിംഗ് നാരോ ബാൻഡ് എഫ് എം സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു നാരോ ബാൻഡ് മോഡുലേറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മളൊരു ഫ്രീക്വൻസി മൾട്ടിപ്ലയറിൽ കൊടുത്ത് ആണ് നമുക്ക് വൈഡ് ബാൻഡ് എഫ് എം സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. ആദ്യം നമുക്കൊരു നാരോ ബാൻഡ് എഫ് എം പ്രൊഡ്യൂസ് ചെയ്ത് അത് മൾട്ടിപ്ലയറിൽ കൊടുത്താണ് നമുക്ക് വൈഡ് ബാൻഡ് എഫ് എം കിട്ടുന്നത്. ദ ജനറേറ്റഡ് നാരോ ബാൻഡ് എഫ് എം സിഗ്നൽ ടു ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ടു ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ടു ദ ഡിസൈഡ് ലെവൽ. നമുക്ക് ഫ്രീക്വൻസി ഡീവിയേഷൻ നമുക്കൊരു ഡിസൈഡ് ലെവൽ വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഈ ഫ്രീക്വൻസി മൾട്ടിപ്ലയറിൽ കൊടുക്കുമ്പോൾ നമുക്ക് പറ്റും. വൈഡ് ബാൻഡ് എഫ് എമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 75 കിലോ ഹെഡ്സ് ആയിരിക്കും. നാരോ ബാൻഡ് എഫ് എമ്മിൽ 5 കിലോ ഹെഡ്സ് ആണ്, ഇതിൽ 75 കിലോ ഹെഡ്സ് ആയിരിക്കും മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ. പിന്നെ 30 ഹെഡ്സ് മുതൽ 15 കിലോ ഹെഡ്സ് വരെയാണ് ഇതിൻ്റെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി റേഞ്ച്. ബാൻഡ് വിഡ്ത്ത് 15 times ഹയർ ദാൻ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് നാരോ ബാൻഡ് എഫ് എം. നാരോ ബാൻഡ് എഫ് എമ്മിൻ്റെയും കഴി 50 times ഹയർ ആണ് ഈ വൈഡ് ബാൻഡ് എഫ് എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ നോയ്സ് മോർ സപ്രസ്ഡ് ആയിരിക്കും, നോയ്സ് റിഡക്ഷൻ ഉണ്ട് അവിടെ. പിന്നെ മാക്സിമം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 5 to 2500 ആണ് മാക്സിമം മോഡുലേഷൻ ഇൻഡെക്സ്. മറ്റേത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും നാരോ ബാൻഡ് എഫ് എം. നമ്മൾ വൈഡ് ബാൻഡ് എഫ് എം യൂസ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിനാണ് നമ്മൾ വൈഡ് ബാൻഡ് എഫ് എം യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഫ് എം എന്താണെന്ന് പഠിച്ചു, എഫ് എമ്മിൻ്റെ വേവ് പഠിച്ചു, പിന്നെന്താ മോഡുലേഷൻ ഇൻഡെക്സ്, മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, ബാൻഡ് വിഡ്ത്ത്, പിന്നെ ടൈപ്സ് ഓഫ് എഫ് എം മോഡുലേഷൻ, നാരോ ബാൻഡ് എഫ് എമ്മും വൈഡ് ബാൻഡ് എഫ് എമ്മും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഫ് എം ജനറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് വരുന്ന ടേംസ് നല്ല കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ കുറച്ച് ഫ്രീക്വൻസിയുടെയൊക്കെ റേഞ്ച് ഉണ്ടല്ലോ, അതും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പുതിയ സിലബസ് ഈ അനുസരിച്ചായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ഇവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന്. അപ്പം മാക്സിമം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്ത് വരാം. അപ്പം ഈ മൊഡ്യൂൾ ഓൾമോസ്റ്റ് തീരും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.